ഹലോ. അപ്പോൾ ക്രിസ്മസിൻ്റെ ആഘോഷമൊക്കെ എവിടെ വരെയായി? അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഹൈബ്രിഡ് ജമന്തി കെയർ ചെയ്യുന്നതും എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മളെപ്പോഴും കളറും ആ ഭംഗിയൊക്കെ കണ്ടിട്ട് പോയി മേടിക്കും. പക്ഷേ വീട്ടിൽ വന്നു കഴിയുമ്പോൾ നല്ല രീതിയിൽ കെയർ ചെയ്താൽ മാത്രമേ പിടിക്കത്തുള്ളൂ. എല്ലാവരും പറയുന്ന പരാതിയാണ് പിടിച്ച് കിട്ടുന്നില്ല, നശിച്ചു പോകുന്നു എന്നൊക്കെ. എപ്പോഴും നമ്മൾ പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇപ്പോൾ അത് ഒരുപാട് സ്ഥലത്തുനിന്ന് യാത്ര ചെയ്ത് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബ്രാഞ്ചസൊക്കെ ആട്ടം ഉണ്ടോ എന്നൊക്കെ നോക്കണം. ചിലതൊക്കെ ഒടിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണോ, നല്ല ഹെൽത്തി ആണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മളെപ്പോഴും മേടിക്കാനായിട്ട്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ പോട്ടിംഗ് മിക്സിന് മണ്ണ്, മണൽ, ചാണകപ്പൊടി, കൊക്കോപീറ്റ്. ചാണകപ്പൊടിയും കൊക്കോപീറ്റും നിങ്ങൾ മണ്ണും മണലും എന്തോരമാണോ എടുക്കുന്നത് അതിൻ്റെ നേർ പകുതി മതി. കൊക്കോപീറ്റ് ഇല്ലേലും അഥവാ കുറഞ്ഞു പോയാലും വലിയ പ്രശ്നമില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് ഓരോ ചട്ടി മണ്ണും മണലും കൊക്കോപീറ്റ് പകുതി, അതേപോലെ തന്നെ ചാണകപ്പൊടിയും പകുതി, അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഇനി നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം പെട്ടെന്ന് തന്നെ വാർന്നു പോകുന്ന തരത്തിലുള്ള പോട്ടിംഗ് മിക്സിൽ വേണം നമ്മൾ ജമന്തി നടാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ പെറ്റൂണിയുടെയൊക്കെ കെയർ പോലെ തന്നെ വെള്ളം കൂടിപ്പോയാൽ പെട്ടെന്ന് തന്നെ ചെടി നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. വെയിൽ ഇഷ്ടപ്പെടുന്നൊരു ചെടിയാണ് ജമന്തി. നമ്മൾ ഹൈബ്രിഡ് ആകുമ്പോൾ നാടൻ ഇനത്തിനെ വെച്ച് ഒരുപാട് ഉയരത്തിൽ പോകത്തില്ല, നല്ല ബുഷിയാക്കി നിർത്താനും പറ്റും. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ എത്രത്തോളം നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇതിൽ മയത്തിലൊന്ന് പോട്ടിൽ തട്ടിക്കൊടുത്തിട്ട് നമ്മളൊന്ന് കമഴ്ത്തി നോക്കുമ്പോഴേക്കും അത് ഈസി ആയിട്ട് തന്നെ വിട്ടുപോരും. അതിൻ്റെ താഴ്ഭാഗത്തുള്ള ഇലകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അങ്ങനെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് മണ്ണും അല്ലെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ ആയിട്ട് മിക്സായിട്ട് അഴുകി ചീഞ്ഞ് ഇൻഫെക്ഷനൊക്കെ ആയി ചെടി നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ മണ്ണ് നമ്മൾ മാറ്റാണ്ട് തന്നെയാണ് നട്ടു കൊടുക്കുന്നത്. പെട്ടെന്ന് നമ്മൾ റൂട്ടൊക്കെ ഇളക്കി കഴിയുമ്പോൾ അല്ലെങ്കിൽ ചെടിക്ക് ഡാമേജ് ഉണ്ടാവും. ചെറിയ രീതിയിൽ ആ താഴത്തെ റൂട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ പുതിയ മണ്ണിട്ട് കൊടുക്കുമ്പോൾ അതിലോട്ട് പെട്ടെന്ന് തന്നെ വേര് ഓടുകയും നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഇതിൽ ചെറിയ തൈകളൊക്കെ ആയി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു തൈ ഞാൻ അടർത്തി മാറ്റിയിട്ടുണ്ട്. അത് വേറൊരു പോട്ടിലോട്ട് നട്ടു കൊടുക്കാമെന്ന് ഓർത്തു. നമ്മളിത് റീപോർട്ട് ചെയ്ത് കഴിയുമ്പോൾ എവിടെയെങ്കിലും നല്ല ഡയറക്റ്റ് വെയിൽ കിട്ടാത്ത സ്ഥലത്ത് വേണം നമ്മൾ ഈ പ്ലാന്റ് വെച്ച് കൊടുക്കാനായിട്ട്. പിന്നെ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം, അതിൻ്റെ മേൽഭാഗമൊക്കെ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ഓവർ വാട്ടർ ചെയ്യരുത്. പിന്നെ നമ്മളെപ്പോഴും ചെടി എടുക്കുമ്പോൾ നല്ല കരുത്തുള്ള ചെടി എടുത്താൽ മാത്രമേ നമുക്കത് നല്ല രീതിയിൽ പിടിച്ച് കിട്ടത്തുള്ളൂ. മറ്റു ചെടികളെ പോലെ തന്നെ ജമന്തിക്കും പ്രൂണിങ് അത്യാവശ്യമാണ്. നമ്മൾ പ്രൂൺ ചെയ്താൽ മാത്രമേ ഇത് പിടിച്ച് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് ആ ഒരു ബ്രാഞ്ചിൽ ഇങ്ങനെ ഒരു റൂട്ട് സ്റ്റോക്ക് ബഞ്ചായിട്ടാണ് പൂക്കൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഫ്ലവറായിട്ട് കഴിയുമ്പോൾ കട്ട് ചെയ്യാൻ നിൽക്കാണ്ട് തന്നെ ചെറിയ രീതിയിൽ തന്നെയൊക്കെ കരിഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പൂക്കൾ ഒന്ന് ആ ഒരു കരിഞ്ഞ് വരുമ്പോൾ തന്നെ ആ ഏത് ഭാഗത്തു നിന്നാണോ പൂക്കൾ വന്ന ആ ഒരു ഫ്ലവർ സ്റ്റോക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ പുതിയ തളിർപ്പ് വരികയും അപ്പോൾ നമുക്ക് ആ പുതിയ തളിർപ്പിൽ നിന്നൊക്കെ പുതിയ ചെടികളായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പൂക്കൾ കരിയാനായിട്ട് നിൽക്കുമ്പോഴേക്ക് ചെടി മൊത്തത്തിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു ഫ്ലവർ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ചെറിയ രീതിയിൽ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ ഞാൻ എത്രത്തോളം താഴ്ത്തിയാണ് കട്ട് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഇനി ഇത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് ഇതിന് പുതിയ ബ്രാഞ്ചസ് വരികയും പുതിയ ചെറിയ തളിർപ്പ് വരുമല്ലോ. അങ്ങനെയുള്ള തളിർപ്പിൽ നിന്നാണ് നമുക്ക് പെട്ടെന്ന് തന്നെ തൈകളാക്കി എടുക്കാനും പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ചെടി അങ്ങനെ മയത്തിന് കരിഞ്ഞ് ആ മൊത്തത്തിൽ ചെടി നശിച്ചു പോകാനുള്ള ചാൻസ് വളരെയേറെ കൂടുതലാണ്. ഇതിന് നമുക്ക് ഒരുപാട് കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഒന്നും കൊടുക്കാൻ പാടില്ല. വളരെ ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് മാത്രമേ കൊടുക്കാവുള്ളൂ. NPK ആയിക്കോട്ടെ DAP എല്ലാം വളരെ ചെറിയ രീതിയിൽ മാത്രം. പച്ചച്ചാണനൊക്കെ കലക്കി ഒഴിക്കാം, അതും ഡൈല്യൂട്ട് ചെയ്ത് മാത്രം ഒഴിക്കാവുള്ളൂ. നിങ്ങൾ വളരെ സെൻസിറ്റീവായിട്ടുള്ള പ്ലാന്റാണിത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ വെയിൽ, നല്ല രീതിയിൽ വെയിൽ ആവശ്യമുള്ള ചെടിയാണ്. ഇപ്പോൾ കൂടുതലും തമിഴ്നാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ജമന്തി കൃഷി ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ നല്ല രീതിയിൽ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ
നല്ല രീതിയിൽ വെയിലുള്ളിടത്ത് വേണം ഈ ചെടി വെച്ച് കൊടുക്കാനായിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇലകളോ അങ്ങനെയുള്ള സാധനങ്ങൾ കിടന്നാണ് കൂടുതലും ചെടി നശിച്ചു പോകാറുള്ളത്, ഫംഗൽ ഇൻഫെക്ഷൻ വന്ന്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല രീതിയിൽ ഈ ചെടി പിടിച്ച് കിട്ടും. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.